ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അതായത് ഇപ്പം എനിക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇതാണ്. അപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ആലോചിച്ച ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഇതിന് ബൊക്കേസിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ഹാമ്പേഴ്സിനാണെങ്കിലും എല്ലാത്തിനും കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഒരു ചോദിക്കും ഇതിന് മാത്രം എന്താ ഇതിന് റേറ്റ്. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിനകത്ത് വെക്കുന്ന ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ആ സാധനം മാത്രമായിരിക്കും. പക്ഷെ അതിൻ്റെ ബിഹൈൻഡായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതായത് ബോക്സിൻ്റെ പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂല. അപ്പോൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബോക്സിൻ്റെ പ്രൈസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂല. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തെർമോക്കോൾസ്, അങ്ങനെ കുറേ എക്സ്പെൻസുകൾ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പം ബൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫ്ലവർ തന്നെ വേണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഫ്രഷ് ഫ്ലവർ, ഞാനിപ്പോൾ കൊടുവള്ളിയാണ് എൻ്റെ വീട്. അപ്പോൾ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി വരെ പോയിട്ട് വേണം എനിക്ക് ഫ്രഷ് ഫ്ലവർ എടുക്കാൻ. അപ്പോൾ താമരശ്ശേരി വരെ എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും 5-10 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം എനിക്ക് അവിടെ പോകാൻ. അതിനുള്ള എക്സ്പെൻസ് ഒന്നും ആരും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ ഇതിന് മാത്രം റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതേപോലെ ഫ്ലവേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന റേറ്റാണ്. ഭയങ്കര വേരിയേഷൻ ഉണ്ടാകും ചില സമയത്തൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സിന്. അതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഇന്നലെ ഇതിൻ്റെ ചോദിച്ചപ്പം ഇതിൻ്റെ പ്രൈസും ഇത് ഓർഡർ തന്നവരെ കുറ്റം പറയല്ല, പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ബൊക്കേസ് ചോദിക്കുന്നവരോട് പറയാണ്, ഈ ജിപ്സൺ ഇതിൽ അധികം കാണുന്നില്ല. ഈ ജിപ്സൺ ഫ്ലവർ, അതായത് കുഞ്ഞു മുട്ട് പോലെയുള്ള ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഇല്ലേ, അതിനാണ് ജിപ്സൺ എന്ന് പറയാം. ഈ ജിപ്സൺ ഫ്ലവേഴ്സിന് പോലും ഭയങ്കര റേറ്റ് ഉണ്ട്. ഒരു 10 രൂപക്ക് വാങ്ങിയാൽ പോലും കാണാൻ കിട്ടൂല. അത്രയും റേറ്റാണ്. കറക്റ്റ് റേറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഈ ജിപ്സൺ ഫ്ലവേഴ്സിനൊക്കെ. 10 രൂപക്ക് കാണാൻ പോലും കിട്ടൂല, അത്രക്കും റേറ്റാണ്. അപ്പം ഇതിൻ്റെ ഒന്നും കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ എല്ലാ എക്സ്പെൻസും ഞങ്ങൾ കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം 1500 ഒരു കാര്യത്തിന് പറയാമെന്നുണ്ടെങ്കിൽ 1500 ഞങ്ങളെ പ്രോഫിറ്റ് അല്ല, അതിനകത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്, നിങ്ങളെ സാധനത്തിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കുറച്ചേ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പ്രൈസ് കേൾക്കുന്നവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം ഞങ്ങൾക്ക് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് എല്ലാവരും മനസ്സിലേക്കും കൂടി ചേരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ പോലും 100 രൂപ വേണ്ടേ? അതിന് പൈസയൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ പെട്രോൾ അടിക്കാനേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ പ്രോഫിറ്റ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും ചെയ്യുന്നത്. അത്രയും ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത്